43ാമത് എഡിഷൻ ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് ഡോക്ടർ അബ്ദുറഹ്മാൻ ഫൈസി അരിപ്രയാണ്. എഴുത്തുകാരനും കൂടിയാണ് അദ്ദേഹം. ഉസ്താദ് സ്വാഗതം. അസ്സലാമു അലൈക്കും. ഈ ഷാർജ അന്താരാഷ്ട്ര പുസ്തകത്തിന് വെച്ച് ഒരു പുസ്തകം പ്രകാശനം ചെയ്യുന്നുണ്ട്. എന്നാണ് പുസ്തകത്തെ കുറിച്ച് പറയാനുള്ളത്? പള്ളി ദർസുകളെ കുറിച്ച് റിസർച്ച് നടത്തിയതായിരുന്നു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ 2019 ഇതുമായിട്ട് സബ്മിറ്റ് ചെയ്തത്. കരിക്കുലം ഓഫ് പള്ളി ദർസ് ആൻഡ് ഇറ്റ്സ് റോൾ ഇൻ ദ ഡിസമിനേഷൻ ഓഫ് അറബിക് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ ഇൻ കേരള എന്നതായിരുന്നു വിഷയം. TMG അഥവാ തുഞ്ചൽ മെമ്മോറിയൽ ഗവൺമെൻറ് കോളേജിലുള്ള അറബി ഡിപ്പാർട്ട്മെൻറ്റിലെ അസിസ്റ്റൻറ്റ് പ്രൊഫസറുണ്ട്, പിന്നെ ജാബിർ ഹുദവി KT, അദ്ദേഹത്തിൻ്റെ അണ്ടറിലാണ് നടത്തിയത്. അപ്പോൾ വിഷയമായിട്ട് ഉസ്താദുമാരൊക്കെ അന്വേഷിച്ചപ്പോൾ ദർസിനെ കുറിച്ചാണെന്ന് പറഞ്ഞപ്പോൾ അവരെ പ്രോത്സാഹനം നൽകി. അതിന് 3.5 വർഷത്തെ പഠനത്തിൻ്റെ ശേഷമാണത് സബ്മിറ്റ് ചെയ്തത്. അങ്ങനെ ഡോക്ടറേറ്റ് കിട്ടി. 2022 ലാസ്റ്റ് ഡോക്ടറേറ്റ് കിട്ടി. ആ വർഷം തന്നെ അൽഹംദുലില്ലാ അതിൻ്റെ അറബി പുസ്തകമാക്കി ഇറക്കുകയും ചെയ്തു. പിന്നീട് പല ആളുകളും അത് മലയാളത്തിലേക്ക് മൊഴിമാറ്റം നടത്തണമെന്ന് ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ചെമ്മാട് ബുക്ക് പ്ലസ് അത് ഏറ്റെടുക്കുകയും അങ്ങനെ അത് പിന്നെ പ്രകാശനം ചെയ്യൽ ഷാർജ ബുക്ക് ഫെയറിലാവണമെന്ന് പറഞ്ഞപ്പോൾ അതിനനുസരിച്ച് അവർ ക്ഷണിച്ചനുസരിച്ച് വന്നതാണ്. അൽഹംദുലില്ലാ. ഇതിന് ഉദ്ദേശിക്കപ്പെടുന്നത് നമ്മുടെ കേരളത്തിലെ 14 നൂറ്റാണ്ട് കാലമായി പ്രവർത്തിച്ചു വരുന്ന പള്ളി ദർസിനെ അന്താരാഷ്ട്ര തലത്തിൽ പരിചയപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ്. ഇൻഷാ അല്ലാഹ് ഭാവിയിൽ അത് ഇംഗ്ലീഷിലേക്കും ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് പ്രചരിപ്പിക്കണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ ഒരുപാട് ദർസുകൾ അഥവാ ഒരു 400-500 ദർസുകൾ നല്ല നിലക്ക് നടന്നു വരുന്ന ദർസുകൾ, വലിയ ദർസുകൾ തന്നെ ഉണ്ട്. ഏകദേശം ഒരു 10-20,000 വിദ്യാർത്ഥികൾ പള്ളി ദർസിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പഴയ കാലത്ത് നിന്ന് വ്യത്യസ്തമായി ഭൗതിക പഠനം കൂടി പള്ളി ദർസിൽ നൽകുന്നൊരു സംവിധാനമാണ് ഉള്ളത്. പക്ഷേ പ്രധാനപ്പെട്ട ലക്ഷ്യം മതപഠനം തന്നെയാണ്. പള്ളി ദർസാകുമ്പോൾ പള്ളിയിൽ നടത്തപ്പെടുന്ന ദർസ് എന്നുള്ള നിലയ്ക്ക് ഇത്തികാഫോട് കൂടെ മതചിട്ടകളൊക്കെ പൂർണ്ണമായും പാലിച്ചുകൊണ്ട് നടത്താൻ സാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ പൂർവിക പാരമ്പര്യമാണ്. മദീനയിലെ മസ്ജിദ് നബവിയിലാണത് ആരംഭിച്ചു എന്നുള്ളതാണ്. അത് കഴിഞ്ഞ ഈ ഡാറ്റ കളക്ഷൻ്റെ കാലഘട്ടത്തിൽ മദീനയിൽ ചെന്ന് അവിടെയുള്ള 3000-ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന അവിടെ കുല്ലിയത്തുൽ മസ്ജിദ് നബവി എന്ന് പറഞ്ഞിട്ട് ഹലക്കാത്ത് ദുറൂസ് ഉണ്ട്. അതിൻ്റെ ഡയറക്ടറുമായി ഇൻ്റർവ്യൂ നടത്തി. അപ്പോൾ അയാൾ പഴയ കാലത്തുണ്ടായിരുന്ന ദർസി പാരമ്പര്യത്തെക്കുറിച്ചൊക്കെ വളരെ അഭിമാനത്തോടെ സംസാരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അതിൻ്റെ പഠനത്തിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞു. വളരെ സന്തോഷത്തോടുകൂടെ അയാൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബുക്ക്ലെറ്റ് തന്നു. അതേപോലെ പിന്നെ പല സ്ഥലങ്ങളിലും ബന്ധപ്പെട്ട് ദർസിൻ്റെ ചരിത്രങ്ങൾ ശേഖരിക്കുകയും അതൊക്കെ ക്രോഡീകരിച്ചിട്ടാണ് ഇങ്ങനെ ഒരു പഠനം പൂർത്തിയാക്കിയത്. അൽഹംദുലില്ലാ ദർസി മേഖലയിൽ ഇനിയും ഭാവിയിൽ സാധ്യതകളുണ്ട്. ഇപ്പോൾ നിലവിൽ മത ഭൗതിക സമന്വയത്തിൻ്റെ സ്ഥാപനങ്ങളൊക്കെ നമുക്ക് ഏറ്റവും ആവശ്യമാണ്. അതോടൊന്നിച്ച് തന്നെ അതൊക്കെ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് പള്ളി ദർസ് ഉള്ളത്. മുൻഗാമികളായ ആളുകൾ പള്ളി ദർസിലൂടെ വളർന്നു വന്ന ആളുകൾ എല്ലാ രംഗത്തും കഴിവുള്ള ആളുകൾ തന്നെയായിരുന്നു. കാലത്തിനനുസരിച്ച് ചില മാറ്റങ്ങളൊക്കെ ആവശ്യമാണ്. കാലത്തിനനുസരിച്ച് മാറ്റാൻ പറ്റുന്ന കാര്യങ്ങൾ മാറ്റും വേണം. അതേസമയത്ത് മാറ്റാൻ പറ്റാത്ത നമ്മളെ സംസ്കാരവും ഒക്കെ മുറുകെ പിടിക്കുകയും വേണം. അതാണ് ഇതിൻ്റെ ഒരു ടീം ആശയം എന്ന് പറയുന്നത്. കേന്ദ്ര മുഷാവറ അംഗം കൂടിയാണ് താങ്കൾ. ഏത് നിമിഷത്തിലാണ് ശരിക്കും ഒരു റിസർച്ചിനും ആളുകൾ പലപ്പോഴും റിസർച്ചിനൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ നേരത്തെ ആരെങ്കിലും ചെയ്ത വിഷയങ്ങൾ അതിന് ചെറിയ മാറ്റങ്ങൾ അല്ലെങ്കിൽ നമ്മൾ കേട്ട് പരിചയമുള്ള കുറേ വിഷയങ്ങളാണ് വളരെ വ്യത്യസ്തമായിട്ട് അല്ലെങ്കിൽ മുമ്പ് ആരെങ്കിലും ഒക്കെ ചെയ്തിട്ടുണ്ടോ എന്ന് പോലും സംശയിക്കാവുന്ന അങ്ങനെ ചെയ്തിട്ടില്ലാന്ന് തോന്നുന്നു. അങ്ങനത്തെ ഒരു സബ്ജക്റ്റിനെ ഏത് നിമിഷത്തിലാണ് അത്തരം ഒരു സബ്ജക്റ്റിലേക്ക് എത്തിയിരുന്നത്? അതായത് ദർസി മേഖലയിലേക്കാണ് എൻ്റെ ഗുരുവര്യന്മാർ എന്നെ നയിച്ചത്. അപ്പോൾ അവരുടെ താല്പര്യപ്രകാരം വളരെ സന്തോഷത്തോടെ ഏറ്റെടുക്കുകയും കഴിയുന്നത്ര പരിവർത്തനങ്ങൾ ഈ മേഖലയിൽ കൊണ്ടുവരണമെന്ന് ആദ്യം ആഗ്രഹിച്ചതാണ്. കേന്ദ്ര മുഷാവറയിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ റിസർച്ച് ആരംഭിച്ചിട്ടുണ്ട്. റിസർച്ച് പൂർത്തിയാക്കുമ്പോൾ മുഷാവറ പറയണമെന്ന് മാത്രം. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് പിന്നെ റെഫറൻസുകളൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഈ വിഷയം മുമ്പ് ആരും പഠിച്ചിട്ടില്ല. വിഷയത്തെക്കുറിച്ച് 1400 വർഷമായിട്ട് കേരളത്തിൽ നടന്നു വരുന്ന ഈ സമ്പ്രദായത്തെക്കുറിച്ച് ഇതുവരെ ഒരു പഠനം നടത്തിയിട്ടില്ല എന്നുള്ളതിൻ്റെ ഒരു ന്യൂനതയാണ്. അപ്പൊ അതും കൂടി പൂർത്തിയാക്കണം എന്നുള്ളൊരു താല്പര്യം ഉണ്ടായിരുന്നു. അപ്പൊ അൽഹംദുലില്ലാ മാത്രമല്ല അക്കാദമി തലത്തിൽ ഈ ദർസിനെ സംബന്ധിച്ച് കുറെ തെറ്റിദ്ധാരണകളുണ്ട്. ഈ ദർസിൽ പഠിച്ച കുട്ടികൾക്കൊന്നും തിരിയില്ല എന്നൊക്കെയുള്ള തെറ്റിദ്ധാരണകളുണ്ട്.
അതൊക്കെ തിരുത്തുക എന്നുള്ളൊരു ഉദ്ദേശം കൂടി ഉണ്ടായിരുന്നു. അൽഹംദുലില്ലാ, അതൊക്കെ ഉദ്ദേശിച്ചുകൊണ്ടാണ് മലയാളത്തിലേക്ക് ഇത് ട്രാൻസ്ലേറ്റ് നടത്തുന്നത്, കൂടുതൽ ആളുകൾക്ക് ഉപകാരപ്പെടാൻ വേണ്ടി. ശരിക്കും ഈ പറഞ്ഞതുപോലെ തന്നെ 1400 എനിക്കും കേരളത്തിൽ വളപട്ടണത്താണ് ആദ്യത്തെ ദർസ് വരുന്നത്. അല്ല, കേരളത്തിൽ അറിയപ്പെട്ട ആദ്യത്തെ ദർസുള്ള താനൂര് വലിയ കുളങ്ങര പള്ളിയില് മുഹമ്മദിന് അബ്ദുല്ലാൽ ഖാഹിരി എന്ന് പറഞ്ഞ ആൾ നടത്തിയ ഹിജറ 670-കളിലാണ് അവിടെ അദ്ദേഹത്തിന്റെ കൈപ്പടയിൽ എഴുതപ്പെട്ട വഖഫ് ചെയ്യപ്പെട്ട കിതാബുണ്ട്, കയ്യെഴുത്ത് പ്രതിയുണ്ട്, അതാണ് അറിയപ്പെട്ടത്. പക്ഷേ കേരളത്തിൽ ഇസ്ലാം എത്തിയതിന് വിശ്രതങ്ങളുടെ കാലത്ത് തന്നെയാണ്. അന്ന് മുതൽക്ക് തന്നെ പള്ളി എന്നാണോ പള്ളി കേരളത്തിൽ ആദ്യമായി നിർമ്മിക്കപ്പെട്ടത് അന്ന് മുതൽക്ക് തന്നെ ഉണ്ട്. അതിനെ സംബന്ധിച്ച് ചില തർക്കങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഹിജറ 21-ലാണ് ആദ്യത്തെ പള്ളി നിർമ്മിക്കപ്പെട്ടു എന്നുള്ളതാണ് കൂടുതൽ വിശ്വാസയോഗ്യമായിട്ട് മനസ്സിലാക്കുക. ചരിത്ര രേഖകളൊന്നുമില്ല, രേഖകളുണ്ട്, പക്ഷെ അതിനെപ്പറ്റി പല ആളും പിന്നെ സംശയങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും കൊടുങ്ങല്ലൂരിലെ പള്ളി ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് ഹിജറ 21-ലാണ് എന്ന് പല രേഖകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അന്ന് മുതൽക്ക് തന്നെ പള്ളി കേന്ദ്രീകരിച്ച് മതവിദ്യാഭ്യാസം പഠിപ്പിക്കുന്ന രീതി തുടങ്ങിയിട്ടുണ്ട്. കാരണം ഇവിടെ ദീന് പരിചയപ്പെടുത്തിയത് മദീനയിൽ നിന്ന് വന്ന സഹാബികളായതുകൊണ്ട് മദീനയിലാണ് ഈ സമ്പ്രദായം ആരംഭിച്ചത്. അപ്പോൾ അവിടെയുള്ള അതേ സമ്പ്രദായം അവർ ചെന്നെത്തിയ സ്ഥലങ്ങളിലൊക്കെ അവർ പള്ളി സ്ഥാപിച്ച് പ്രവർത്തിച്ചു എന്നാണ് മനസ്സിലാകുന്നത്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിമായി ജീവിക്കാൻ ആവശ്യമായ മതപരമായ വിജ്ഞാനം നേടൽ നിർബന്ധമാണല്ലോ. അതിനു വേണ്ടിയിട്ട് അന്ന് വേറെ പാഠശാലകളൊന്നുമില്ല, പള്ളി തന്നെയായിരുന്നു അവർ ആശ്രയിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അനുമാനിക്കാൻ കഴിയും, ചരിത്രരേഖകളില്ലെങ്കിലും ഇവിടെ എന്ന് ഇസ്ലാം എത്തിയോ അന്ന് മുതൽക്ക് തന്നെ ഇവിടെ പള്ളി ദർസ് ഉണ്ട് എന്നുള്ളത്. പക്ഷേ ചരിത്രപരമായിട്ട് രേഖകളുള്ളത് ഹിജറ 670-കളിൽ താനൂര് വലിയ കുളങ്ങര പള്ളിയിൽ ഷെയ്ഖ് മുഹമ്മദ് അബ്ദുല്ലാൽ ഖാഹിരി എന്ന മഹാൻ നടത്തിയ ദർസ്, അതാണ് ആ ദർസ്. നേരത്തെ ഉസ്താദ് തന്നെ പറഞ്ഞു, അതായത് പലരും ഈ പൊതുസമൂഹമൊക്കെ കാണുന്ന ദർസി പഠിക്കുന്ന കുട്ടികളെയൊക്കെ അവർ അത്ര ഈ പറയുന്ന ഭൗതികതയുമായിട്ടൊന്നും വലിയ ബന്ധമില്ല. കുറച്ചു കാലം മുന്നേ വരെ അങ്ങനെയായിരുന്നു. ഇപ്പൊ പക്ഷെ അങ്ങനെയല്ല, മാറി, ഏറെ മാറ്റങ്ങൾ ഉണ്ടായി. കുട്ടികളൊക്കെ ഒരേപോലെ തന്നെ സ്കൂൾ വിദ്യാഭ്യാസവും എല്ലാം കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു മാറ്റത്തിൽ വരുമ്പോഴും ഇനി പുതുതായിട്ട് ഇപ്പൊ ഒരു വലിയ പഠനം നടത്തിയെന്നുള്ളത് കൊണ്ട് തന്നെ ചോദിക്കാം, കാലത്തിനനുസരിച്ച് ഏത് സംവിധാനവും മാറ്റേണ്ടതിനെ മാറ്റണം. കാരണം പുസ്തകങ്ങളുടെ കാലഘട്ടത്തിൽ ഗ്രന്ഥരചന നടത്തിയിട്ടില്ല, അന്ന് വാമൊഴിയായിട്ടായിരുന്നു. പിന്നീട് ഗ്രന്ഥരചന നടത്തപ്പെട്ടു. പിന്നെ ഹിജറ 3-ാം നൂറ്റാണ്ടിലാണ് ഈ മന്തിക്ക് ലോജിക്ക് തുടങ്ങിയ വിഷയങ്ങളൊക്കെ കടന്നു വരുന്നത്, പിന്നെ അറബിയിലേക്ക് കടന്നു വരുന്നത്. അന്ന് മുതൽ പള്ളി ദർസിലേക്ക് അത് കടന്നു വന്നു. അതായത് ആധുനികമായി എന്തൊക്കെ കാര്യങ്ങള് സമൂഹത്തിലുണ്ടോ അതൊക്കെ പള്ളി ദർസുകളിലൂടെ മതപണ്ഡിതന്മാരിലേക്ക് എത്തിയിട്ടുണ്ട്. കാലത്തിനനുസരിച്ച് മാറ്റേണ്ടതിനെ മാറ്റിയിട്ടുണ്ട്. അതേസമയത്ത് കാലത്തിനനുസരിച്ച് മാറ്റാൻ പറ്റാത്തതാണ് വേഷവിധാനവും സംസ്കാരങ്ങളും, അത് നിലനിൽക്കുകയും വേണം. അതാണ് പള്ളി ദർസിലൂടെ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഒരു ഏകീകൃത സിലബസ് ഉണ്ട്. ഏത് സിലബസ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ നടപ്പാക്കിയ സിലബസ് ഉണ്ട്. വേറെയും ചില സിലബസുകളുണ്ട്, പിന്നെ അപ്ഡേറ്റ് ചെയ്യപ്പെട്ട സിലബസ്. അതിനെയും അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും കാലത്തനുസരിച്ച്. എങ്കിലും ചില പള്ളികളിലൊക്കെ എങ്കിലും ഇത്രയും വലിയൊരു പഠനം നടത്തി ശരിക്കും അത്ഭുതം ഉണ്ടാക്കുന്ന ഒരു കാര്യം. അപ്പൊ അതുകൊണ്ട് ചോദിക്കുന്നതാണ്, എല്ലാവരും ഈ ഒരു 2-3 കാര്യങ്ങൾ കൂടി എല്ലാ പള്ളികളിലും കൊണ്ടുവന്നിരുന്നെങ്കിൽ നന്നായിരുന്നു. അതെ, അത് ഞാൻ ഇതിന്റെ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഈ പഠനത്തിന്റെ പിന്നെ മൊത്തം ആശയമായിട്ട് എല്ലാ പള്ളികളിലും ദർസ് നടത്തപ്പെട്ടെങ്കിൽ മാത്രമേ നമ്മുടെ സാംസ്കാരികമായ തനിമ നിലനിർത്താൻ സാധിക്കുള്ളൂ എന്ന് കൺക്ലൂഷനിൽ കൊടുത്തിട്ടുണ്ട്. എല്ലായിടത്തും നല്ല രീതിയിൽ തന്നെ അത് നടത്തപ്പെടുകയും വേണം. പുസ്തകം എത്തുമ്പോൾ ശരിക്കും ഈ പറയുന്ന പോലെ ഒരു പഠനം ഇല്ലാത്തടത്താണ് ഒരു വലിയ പുസ്തകം എത്തുന്നത്, ഒരു വലിയ ഗ്രന്ഥം എത്തുന്നത്. വരുന്ന കാലത്തേക്ക് ഒരു പ്രചോദനം കൂടിയായിരിക്കും ഇത്തരം കാര്യങ്ങളെ കുറിച്ചിട്ട്. അല്ലെങ്കിൽ ഈ സമുദായത്തിൽ ഇത്തരം ആരും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന കുറെ കാര്യങ്ങളിൽ ഒന്നാണ് ദർസ്. കാരണം എല്ലാവരും അതിലൊക്കെ ഇടപെടുന്നുണ്ടെങ്കിൽ പോലും അതാരും ഒരു പഠനമാക്കില്ല. അത്തരം കാലം ഒരു കുറച്ച് റെക്കോർഡിങ് ചെയ്യാത്ത കുറെ കാര്യങ്ങൾ ഇനിയും ഇല്ലേ റെക്കോർഡ് ചെയ്യുമ്പോൾ. ഇത് പഠനത്തിന്റെ ഒരു ഭാഗമായിട്ടുള്ളൂ. ഇനി വരും തലമുറക്ക് പഠിക്കാനുള്ള ഒരു കവാടം തുറന്നു കൊടുത്തു, അത്രേ ഉള്ളൂ. അറബിയിലുള്ളത് 400 ചില്ലാനും പേജുകളുണ്ട്. ഇതിപ്പോ മലയാളത്തിലേക്ക് മൊഴിമാറ്റം നടത്തി പള്ളി ദർസ് ചരിത്രം വർത്തമാനം എന്നുള്ളതാണ് പേര്. അത് 188 പേജുകളുള്ളൂ. അതായത് അക്കാദമിക് ആവശ്യത്തിന് വേണ്ടിയുള്ള പലതും ഇന്ന് മാറ്റി പുസ്തകമാക്കുമ്പോൾ ശൈലി മാറ്റിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ രീതി അങ്ങനെയാണ്. ഓക്കെ, അപ്പൊ ഏതായാലും ഇത് കൂടുതൽ പേരിലേക്ക് എത്തട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുക. കാരണം ഒരു വലിയ പഠനമാണ്. ഒരു തലമുറയുടെ മൊത്തം ചരിത്രമുണ്ട്, ഒരു കാലഘട്ടത്തിന്റെ, ഒരു സമുദായത്തിന്റെ എല്ലാ ചരിത്രമുണ്ട്. അപ്പോൾ അതിലേക്ക് കൂടുതൽ ആളുകൾ എത്തട്ടെ എന്നുള്ള പുസ്തകത്തിന്റെ എല്ലാവിധ സുപ്രഭാതത്തിന് എല്ലാവിധ ആശംസകളും.